നേഴ്സിംഗ് പഠനം വല്ലാതെ ഡാർക്കടിക്കുന്നു. വിദ്യാഭ്യാസ വായ്പ വിതരണത്തിൽ കർശന നടപടികളുമായിട്ട് ബാങ്കുകൾ മുമ്പോട്ട്. നമസ്കാരം, ഞാൻ എം കെ തോമസ്. നേഴ്സിംഗ് പഠനത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നേഴ്സുമാരുണ്ടാകണം. തിരിച്ചടവ് വന്നാൽ മാത്രമേ ബാങ്കുകൾ പുതിയ വായ്പാ വിതരണത്തിൽ അയവുകൾ വരുത്തത്തുള്ളൂ. പക്ഷേ നിലവിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു നേഴ്സിംഗ് പഠനം കഴിഞ്ഞു വന്ന ഒരു 100 പേര് ചിരിക്കുന്നു. 10,000 ഒരു സൈഡിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആശുപത്രികളുടെ മുമ്പിൽ അപേക്ഷകളുമായിട്ട് കൂട്ടം കൂടി നേഴ്സുമാർ നിൽക്കുന്നു. ജോലി കിട്ടുന്നില്ല. വളരെ നാളുകൾക്ക് മുമ്പായി ചെറിയൊരു അനുഭവം പറയാം. ബാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് നേഴ്സുമാരുടെ ഇന്റർവ്യൂ നടക്കുന്നു. അവർ അപേക്ഷ ക്ഷണിച്ചു. 150-ന് മേളിൽ അപേക്ഷകൾ വന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തി. ഒരു ദിവസം എഴുത്തു പരീക്ഷ, മറ്റൊരു ദിവസം ഇന്റർവ്യൂ, ബാക്കിയുള്ള കാര്യങ്ങൾ. അവർ തിരഞ്ഞെടുത്തത് 6 പേരെ മാത്രം. അതാണ് സംഭവിക്കുന്നത്. പോന്നിട്ടോ പഠനം കഴിഞ്ഞ 100 കണക്കിന് ആൾക്കാരും പല ആശുപത്രികളിൽ ട്രെയിനി ആയിട്ട് പ്രവേശിച്ചു. അപ്പം വിദ്യാഭ്യാസ വായ്പ വിതരണത്തിലെ തിരിച്ചടവ് മാർഗരേഖകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 1 വർഷത്തിനകത്ത് തിരിച്ചടവ് തുടങ്ങണം. ഇല്ലെങ്കിൽ NPA, ഈ NPA നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് 10,000 വായ്പകൾ ഈ നിഷ്ക്രിയമായിട്ട് ബാങ്കുകൾക്ക് കിടക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ, നല്ല ക്വാളിറ്റി ആയിട്ട് പുറത്തു വരുന്നവർക്ക് മാത്രമേ ഈ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ സാധ്യത ഉള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശ രാജ്യങ്ങളിലെ യൂറോപ്യൻ കൺട്രീസിൽ നമുക്കുള്ള വാതിലുകൾ അടഞ്ഞു വരുന്നു. അതുപോലെ ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണം ഏർപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഉള്ളത് ഇവിടെയൊക്കെ മാത്രം. ഇവിടെ ഇന്ത്യയിൽ ആ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഇത്ര രോഗികൾക്ക് ഇത്ര നേഴ്സുമാരെന്നുള്ള ആ ഒരു റേഷ്യോ നടപ്പിലാകുന്നില്ല. അതെന്ന് നടപ്പിലാകുന്നോ അന്നേ ജോലി കിട്ടും. അതുകൊണ്ട് കഴിവുള്ളവർക്ക് മാത്രം ഇപ്പോൾ വിജയം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഉടായിപ്പ ഏജന്റുമാരും നേഴ്സിംഗ് കോളേജുകാരും വിദ്യാഭ്യാസ വായ്പ ഞങ്ങൾ വാങ്ങിച്ചു തന്നോളാം, അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തരാമെന്ന് നിങ്ങളെ സമീപിച്ചാൽ ചോദിക്കണം, നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കാരോ സ്വന്തക്കാരോ ആണോ ഈ ബാങ്ക് നടത്തുന്നത്? അവർ പറയും എല്ലാ പേപ്പറും തരും, പേപ്പർ തന്നതിന് ശേഷം പൈസ അടച്ചാൽ മതി, കുറച്ച് അടച്ചാൽ മതി എന്നൊക്കെ പറയും. ഏതെങ്കിലും കാരണവശാൽ ബാങ്ക് വായ്പ നിഷേധിച്ച് നിങ്ങൾ പഠിത്തം തുടരുന്നില്ല എന്ന് നിങ്ങൾ അവകാശപ്പെട്ടാൽ അവരുടെ ഭാവവും രൂപവും എല്ലാം മാറി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചതിക്കുഴി വീഴരുത്. നല്ല കോളേജുകൾ, ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നേരത്തെ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. അത് പാലിച്ച് മുമ്പോട്ട് പോകുക. വിദ്യാഭ്യാസ വായ്പയൊക്കെ ലഭിച്ചാൽ അത് തിരിച്ചടവ് അത് പ്രധാനമാണ്. അതിനുള്ളതും ഫോക്കസ് ചെയ്യുക. അല്ലാത്തവർ സ്വന്തം കയ്യിൽ കാശ് മുടക്കി പഠിച്ച് വീട്ടിൽ ചുമ്മാ ജോലി കിട്ടാതെ വീട്ടിൽ ഇരിക്കാം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.